ഭയാനകമായ വിമാനാപകടം നമ്മൾ കണ്ടു. ഡ്രീം ലൈനർ, അതായത് ബോയിങ് 787-8 ആ വിമാനം ആണ് ഒന്ന്. അത് എങ്ങനെ അത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. ഈ ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ അതിൻ്റെ എഞ്ചിൻ അന്നേരം വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം 625 അടി വരെ ഈ വിമാനം ഉയർന്നു. ആ ഉയരുന്നത് മാത്രമല്ല, നമുക്ക് അന്നേരം ഈ വീഡിയോയിലൊക്കെ കാണാം, ഈ എഞ്ചിനുണ്ടല്ലോ, ആ എഞ്ചിനിൽ നിന്ന് ഉള്ള എക്സോസ്റ്റിൽ നിന്ന് ഉള്ള കാറ്റ് ശരിക്കൊണ്ട് പൊടിപടലങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ എഞ്ചിൻ അന്നേരം വർക്കിംഗ് ആണ്. ആ വിമാനം ഉയർന്നു കഴിഞ്ഞപ്പോൾ ഏതെൻ്റെ 625 അടിയോട് ചെല്ലുമ്പോഴാണ് ഞങ്ങൾക്ക് മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല കേട്ടോ, പുള്ളിങ്ങില്ല, വലിക്കുന്നില്ല ഇതെന്നുള്ള മേഡേ കോൾ അത് പൈലറ്റ് ഈ കൺട്രോൾ ATC കൊടുക്കുന്നത്, എയർ ട്രാഫിക് കൺട്രോളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ വിമാനം ഇവിടുന്ന് നിറച്ചിന്തനമായിട്ട് ആണ് പൊങ്ങുന്നത്. കാരണം നിറച്ചിന്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സർദാർ വല്ലഭായ് പട്ടേൽ അഹമ്മദാബാദിലെ ആ അന്തർദേശീയ വിമാനത്താവളത്തിൽ നിന്നും നേരെ ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിലേക്കാണ് ഇത് പോകേണ്ടത്. നിറയെ യാത്രക്കാർ 242 പേര് ഉണ്ട് ഫ്ലൈറ്റിനകത്തുണ്ട്, വിമാനത്തിനകത്തുണ്ട്. ക്രൂ ഉൾപ്പെടെ 20 ക്രൂവും ബാക്കി യാത്രക്കാരുമാണ്, അത് ഉൾപ്പെടെ ഉണ്ട്. അതും 12 ക്രൂ, അവരും 230 യാത്രക്കാരുമായിട്ടാണ് വിമാനം പൊങ്ങുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് ഉയർന്നു പോകുന്നത് വരെ ഇതിനൊരു പ്രശ്നമില്ല. പക്ഷേ അപ്പോൾ അതിനകത്ത് വേറെ കാര്യം, ഒരു 200 അടിയൊക്കെ ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ടയറുകളൊക്കെ സാധാരണ വിമാനത്തിന് നേരെ വീല് അകത്ത് കയറുമ്പോൾ, അതായത് ലാൻഡിങ് ഗിയർ അകത്തോട്ട് വലിക്കും, ഒരു ലിവർ വലിച്ച് അത് കയറ്റുകയാണെന്നുള്ളതാണ്. പിന്നെ ആ ഫ്ലാപ്പ് വർക്ക് ചെയ്യിപ്പിക്കും. ഇങ്ങനെ എങ്കിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ, ത്രസ്റ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ലാൻഡിങ് ഗിയർ കിടക്കുന്നിടത്തോളം ഇനി ത്രസ്റ്റ് കിട്ടത്തില്ല. പക്ഷേ ഈ 625 അടിയിലെത്തിയിട്ടും ഈ വിമാനം താഴെ വീണിട്ടും ഇതിൻ്റെ ലാൻഡിങ് ഗിയർ വലിഞ്ഞിരുന്നില്ല എന്ന് നമുക്ക് കാണാം. അതെന്ത് സംഭവിച്ചു എന്നറിയാൻ വയ്യ. പൈലറ്റുമാർക്ക് എന്തെങ്കിലും പറ്റിയോ ആ സമയത്ത്? പക്ഷെ അന്നേരം അവർ മേഡേ കോൾ കൊടുത്തല്ലോ. മേഡേ കോൾ കൊടുത്ത ഉടനെയാണ് അവർക്ക് മറുപടിയൊന്നും പറയാൻ പറ്റിയില്ല. അതാണ് ഏതാണ്ട് 3 സെക്കൻഡിനകത്ത് പിന്നെ താഴെ വീഴുകയാണ് മേഡേ കോൾ കൊടുത്തിട്ട്. അപ്പോൾ ഇത് എന്താണ് സംഭവം എന്നുള്ളത് ഒരുപാട് ദുരൂഹതകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്ന് പറയുന്ന, അതായത് CVR, അതിനകത്ത് CVR കണ്ടെടുത്തിട്ടുണ്ട്, അതുപോലെ ബ്ലാക്ക് ബോക്സും കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ബോയിങ് കമ്പനിക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ വളരെ വലിയ തട്ടുകേടാണ് ഈ വന്നേക്കുന്നത്. കാരണം ബോയിങ്ങിൻ്റെ ഈ ഡ്രീം ലൈനറുകളെല്ലാം രണ്ടാമത് ആളുകൾ ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ഒരുപാട് പഴക്കമൊന്നും ഉള്ളതല്ല ഈ വിമാനം. പക്ഷേ എന്നിട്ട് പോലും അതിങ്ങനെ സംഭവിച്ചു. ഒന്നുകിൽ അത് അവർ പറയുന്ന എക്സ്പേർട്സ് പറയുന്നത്, ഒന്നുകിൽ പക്ഷി ഇടിച്ച രണ്ടിലും പക്ഷി ഇടിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ ഡ്യുവൽ എൻജിൻ ഫെയിലുവർ, അതായത് 2 എൻജിനും ഒന്നിച്ച് ഫെയിലായി. എങ്ങനെ ഫെയിലാവണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അതിലേക്ക് ഇന്ധനം പോകുന്നത് കട്ടായിപ്പോയാൽ ഫെയിലാവും. ഇപ്പം എൻജിനിലേക്ക് ഇന്ധനം പോകുന്നത് കട്ടായി കഴിഞ്ഞാൽ ഫെയിലുവർ ഉണ്ടാവും. അപ്പോൾ ഇതെന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്നില്ല. എന്തെങ്കിലും അട്ടിമറി ഇതിൻ്റെ പുറകിലുണ്ടോ, ഇതിലുണ്ടോ? ആരെങ്കിലും അങ്ങനെയുള്ള യാത്രക്കാരെങ്കിലും ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നോ? അവരിനി അത് ഒരു ചാവേറായിട്ട് ഇതുപോലെ എന്തെങ്കിലും ചെയ്തതാണോ എന്നുള്ളത് വരെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ബാഗേജ് എന്തെങ്കിലും പൊട്ടിത്തെറിച്ചതാണോ, അങ്ങനെ വരാനൊക്കെ സാധ്യത കുറവാണ്. കാരണം ഇത് ലിഫ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ത്രസ്റ്റ് കിട്ടുന്നില്ല, മേലോട്ട് കയറാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇത് അല്ലേ തന്നെ ഈ ബോയിങ് കയറുമ്പോൾ തന്നെ എനിക്ക് സാധാരണ പേടിയാറുണ്ട്. ഇങ്ങനെ ക്രോളിങ് എഴഞ്ഞ് വലിഞ്ഞാണ് അങ്ങോട്ട് കയറുന്നത്. അപ്പോൾ ഇത് ഇനി ആ എൻജിൻ്റെ 2 എൻജിൻ്റെയും ഒന്നിച്ച് ഫെയിലുവർ ആവാനുള്ള റീസൺ എന്താണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം, അന്വേഷിക്കണം. അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കണം. ആ പരിശോധിക്കുന്നതിന് ഇപ്പോൾ ബ്ലാക്ക് ബോക്സ് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് അവിടുത്തെ ബോയിങ്ങിൻ്റെ എക്സ്പേർട്സ് ഇവിടെ വന്നിട്ട് പരിശോധിക്കണം ഇവിടെ, അല്ലാതെ ഇതിപ്പോൾ അങ്ങ് അവിടോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പരിപാടിയിലേക്ക് മാറുകയാണ്. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യം ഒരിക്കലും പുറത്തു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിൻ്റെ സത്യം അറിയണം, ജനങ്ങളൊക്കെ ഇതിൻ്റെ സത്യം മനസ്സിലാക്കണം. എന്താണ് ഇത്, എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ അറിയണ്ടേ, നമുക്ക് മനസ്സിലാക്കണ്ടേ. അത് ഇതിൻ്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചാലേ നടക്കുള്ളൂ. പക്ഷേ ഈ ബ്ലാക്ക് ബോക്സ് അങ്ങ് അവരെ ഏൽപ്പിക്കുന്നതിനോട് എനിക്ക് അതിനകത്തൊരു യാതൊരു താല്പര്യവും തോന്നുന്നില്ല. എന്തോ എനിക്കതിൽ സംശയം എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം അതിൻ്റെ എക്സ്പെർട്സ് ഇവിടെ വന്ന് പരിശോധിക്കട്ടെ,
നമ്മുടെ രാജ്യത്തെത്തി പരിശോധിക്കണം. നമ്മുടെ രാജ്യം മോശമൊന്നും അല്ലല്ലോ. ഇതുപോലുള്ള വലിയ പരിശോധനാ സംവിധാനങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. അതിവിടെ പരിശോധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർ വന്നിട്ട്, ആ എക്സ്പേർട്സ് വന്നിട്ട് ഇവിടെ വെച്ചത് പരിശോധിക്കട്ടെ, നമുക്ക് നോക്കാം. പിന്നെ അതിൻ്റെ CVR, ഈ പൈലറ്റുമാർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചേക്കുന്നത് എന്താണ് ഈ സമയത്ത്, അതിന് മുമ്പ്, ഈ മേഡേ കോൾ കൊടുക്കുന്നതിന് മുമ്പ് എന്തുണ്ടായിട്ടുണ്ട് എന്നുള്ളത് യഥാർത്ഥ ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ തന്നെ അറിയാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയാം. അപ്പോൾ അത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റാണ് ഒരാൾ. ആ മെയിൻ പൈലറ്റ് എന്ന് പറയുന്നത്, കോ പൈലറ്റ് മോശമല്ല, നല്ല ഫ്ലൈയിങ് അവേഴ്സ് ഉള്ള ആളാണ്. ഇത് 8200 ശിഷ്ടം മിനിറ്റ് മണിക്കൂറുകൾ പറഞ്ഞിട്ടുള്ള ആളാണ്. അത് ചില്ലറ കാര്യമൊന്നുമല്ല. അത് വളരെ വാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അത്രയും മണിക്കൂറുകൾ പറക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞേക്കുന്ന ഒരു പൈലറ്റിന് ഇത് കയറുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുകൊണ്ട്. എന്നിട്ട് ഇതിന് ലിഫ്റ്റില്ല, ഇത് ത്രസ്റ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ ലിവർ വലിച്ച് ഈ ലാൻഡിങ് ഗിയർ പൊക്കിയില്ല എന്നുള്ളത് വളരെ സംശയാസ്പദമായൊരു കാര്യമാണ്. അപ്പോൾ അത് പാനിക്കാവായ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അവർ പാനിക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് മേടേക്കാൾ കൊടുക്കുന്നത് അപ്പോഴത്തേക്ക് പാനിക്കായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് വിട്ടുപോയത്. പക്ഷെ വിട്ടുപോകാൻ സാധ്യതയില്ല. കാരണം ത്രസ്റ്റ് കിട്ടുന്നില്ലെങ്കിൽ അപ്പോഴേ ഇത് പൊക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ലാൻഡ് ചെയ്യുമ്പം ബെല്ലി ലാൻഡിങ്ങേ പറ്റുള്ളൂ, അങ്ങനെ വരും. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇത് ഉയർത്തിയില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. കാര്യം അറിയാൻ വയ്യ. പിന്നെ ഡ്യുവൽ എൻജിൻ ഫെയിലുവർ എങ്ങനെ ഉണ്ടാകാം ഇങ്ങനെയുള്ളൊരു വിമാനത്തിന്? ഇപ്പോൾ എയർ ഇന്ത്യ പറയുന്നത് അതിൽ ഒരു എൻജിൻ എന്ന് പറയുന്ന റൈറ്റിലെ എൻജിൻ, വലതുവശത്തെ എൻജിൻ പുതിയ എൻജിനായിരുന്നു എന്നാണ്. കാരണം റീപ്ലേസ് ചെയ്തതാണ് എൻജിൻ ഈ അടുത്ത സമയത്ത്. നേരത്തെ മറ്റേ എൻജിനാണെന്നുണ്ടെങ്കിൽ അത് സർവീസ് ചെയ്ത് 2023 അപ്പോൾ അത് അങ്ങനെയൊക്കെ മതി, അത്രയും മതി, അതിൽ കൂടുതലൊന്നും വേണ്ടി വരത്തില്ല. അതുകൊണ്ട് 2 എൻജിനും കാര്യക്ഷമതയായിരുന്നു ഉണ്ടായിരുന്നത്, ടെക്നിക്കൽ ഫെയിലുവർ ഇല്ല എന്നാണ് എയർ ഇന്ത്യയുടെ ഭാഷ്യം. അത് ടെക്നിക്കലി ഫെയിലുവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് യഥാർത്ഥ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ പറ്റുള്ളൂ. അത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കണം. അതുപോലെ തന്നെ CVR, ഈ പൈലറ്റുമാർ സംസാരിച്ചേക്കുന്ന മുഴുവൻ അവിടെ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യുക. അതിനകത്ത് വേറെ അവർക്ക് ആർക്കും കൈയടത്താൻ ഒക്കത്തില്ല. ആ സാധനം അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കലി. എങ്ങനെയാണ് ഇവരെ പെരുമാറ്റം, എന്തൊക്കെയാണ് എന്നെല്ലാം മനസ്സിലാവും. ഇതുപോലെ ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും അട്ടിമറി ഉണ്ടോ, അതിനുള്ള സാധ്യതകൾ. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫ്യൂവല് എൻജിനിലേക്ക് കൊടുക്കുന്ന സപ്ലൈ കട്ടാവുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ എൻജിൻ ഫെയിലുവർ ഉണ്ട്. കാരണം എൻജിനിൽ ഈ ഫ്യൂവൽ ചെല്ലുന്നില്ല, ഉണ്ടാവും. അതല്ലാതെ ഈ 2 എണ്ണത്തിലും ഒരേപോലെ പക്ഷി ഇടിക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, വളരെ ഒരു അസ്വാഭാവികമാണ്. പോരെങ്കിൽ ഉച്ചയ്ക്ക് 1:38 ഈ സമയം. അവരെ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ആ സമയത്ത് യഥാർത്ഥത്തിൽ അഹമ്മദാബാദിൽ ഈ ബേഡ്സിൻ്റെ ശല്യം ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. ഒന്നുകിൽ രാവിലെ ഒരു 10 മണിക്ക് മുമ്പായിട്ട്, അല്ലെങ്കിൽ വൈകുന്നേരം, ഇത് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അല്ലാതെ ഈ സമയം, ഈ ഉച്ചയ്ക്ക് 1:38 എന്ന് പറയുന്ന സമയത്ത് ഈ പക്ഷികളുടെ പ്രശ്നം ഉണ്ടാവാറില്ല എന്ന് പറയുന്നു. ഇനിയിപ്പോൾ അപ്പോൾ ഇത് ഏതായാലും ഇതിനെക്കുറിച്ച് ശരിയായ രീതിയിലുള്ള ഒരന്വേഷണം അത്യന്താപേക്ഷിതമാണ്, ജനങ്ങൾ അറിയണം. ഇനി ഇതോടൊപ്പം ചേർത്ത് പറയാനുള്ളൊരു കാര്യം, അതിന്ന് രക്ഷപ്പെട്ട, അതായത് ഒരു $1 മില്യൺ ബേബി എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ, അങ്ങനെയുള്ള ഒരാളാണ് ഉള്ളത്, വിശ്വാസ് കുമാർ രമേശ്. അതുപോലെ അയാളും അയാളുടെ സഹോദരൻ കേട്ടോ, അജയ് കുമാർ രമേശും ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അജയ് കുമാർ രമേശ് 11 ജയിലാണ്, അതായത് അങ്ങേയറ്റത്തെ സീറ്റിലും. വിശ്വാസ് കുമാർ ഇരുന്നത് ഇടത്തെ അറ്റത്തെ സീറ്റാണ്, 11 11A ലുമാണ്. 11A അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ട്, ഡോറുണ്ട്. ഇത് ഇയാൾ തുറന്നിട്ടൊന്നുമില്ല. ഇനി തുറന്നില്ലയോ എന്ന് നമുക്ക് അറിയാൻ വയ്യ, അതും അയാൾക്കും അറിയില്ല കേട്ടോ. കാരണം ഇത് എന്തുവാ സംഭവിച്ചെന്ന് അയാൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ, വിമാനം വന്ന് നേരെ അയാൾ താഴോട്ട് പോകുന്ന അയാൾക്ക് മനസ്സിലായെന്നാണ് അയാൾ പറയുന്നത്. അന്നേരം പോയപ്പോൾ ഇത് പോയി താഴോട്ട് പോവാന്ന് മനസ്സിലായി, അത്രയും മനസ്സിലായിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് പിന്നെ കാണുന്ന ഒരു ഓപ്പണിങ് അയാൾ കാണുന്നത്. കാരണം അതിൻ്റെ സൈഡിലുള്ള ഈ ബോഡിയുടെ സൈഡ് പൊട്ടി മാറി ഓപ്പണിംഗ് ആണ്. അയാളുടെ കാല് അതിനകത്തൂടെ ആദ്യം അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങ് ചാടി. അങ്ങനെയാണ് അന്നേരം ഇത് പൊട്ടിത്തെറിച്ച് അയാൾ ആ അഗ്നിയുടെ അകത്തൂടെ നടന്ന് ഇറങ്ങി, ആ ഗേറ്റിനകത്തൂടെ നടന്ന് ഇറങ്ങി വരുന്ന വീഡിയോ കാഴ്ചകൾ നമുക്ക് കാണാം എപ്പോഴും. അപ്പോൾ വന്നിറങ്ങി, അയാൾക്ക് കുറച്ച് മുഖത്ത് പൊള്ളൽ ഒക്കെ ഏറ്റിട്ടുണ്ട്, മുറിവൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ.
വേറെ വലിയ കാര്യമായ പ്രശ്നങ്ങളില്ല. അയാളെ രക്തമൊക്കെ പറ്റിയിട്ടുണ്ട്. അയാൾ നടന്ന് നീങ്ങി പതുക്കെ വന്ന് ആംബുലൻസിൽ സ്വമേധയാ പോയി കയറി, ആരും എടുത്തൊന്നുമില്ല. ആ രീതിയിൽ പോയി കയറി പോകാൻ പറ്റിയത്. അങ്ങനെയുള്ള ഒരു വലിയ അതിശയമാണ് നടന്നത്. അപ്പോൾ ഇയാളെ യഥാർത്ഥത്തിൽ അയാളുടെ സഹോദരനെ അയാൾ പിന്നെ ചോദിക്കുന്നത്, എപ്പോഴും അയാൾ ചോദിക്കുന്ന അയാളുടെ സഹോദരനെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് എങ്ങനെയെങ്കിലും സംശയിക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ല. പക്ഷേ സുചിത്ര കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരു നടി കേട്ടോ, അവർ എന്തോ കഫി, ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, കഫി ഹാൻ കഫീന എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ച നടിയാണ്. അവർ ഒരു പോസ്റ്റ് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ, ഇയാളെല്ലാം കള്ളമാണ് പറയുന്നതെന്നും ഇയാളൊരു ലയർ, ഒരു കള്ളനാണ്, കള്ളം പറയുന്നവനാണെന്നും ഇയാൾ ഇനി വിമാനത്തിലുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് അയാളുടെ ഫാമിലിയായിട്ട് അന്വേഷിക്കണമെന്നും ഒക്കെ പറഞ്ഞൊരു പോസ്റ്റ് അങ്ങ് ഇട്ടു. അത് ഭയങ്കര ഒച്ചപ്പാടായി. ഈ സ്ത്രീയെ നാട്ടുകാർ മൊത്തം അങ്ങോട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങി. പ്രശ്നമായി, കേസാവും എന്ന് മനസ്സിലായ ഉടനെ ഈ പോസ്റ്റ് അങ്ങ് വിഡ്രോ ചെയ്തു. ഒന്നുമില്ല, എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്, ഓരോരുത്തരൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നതാണ്. നമ്മളിത് ഒരുപാട് പേര് ഓരോന്നൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ വിളിച്ചിട്ട്. അതുമൊക്കെ കേട്ടുകൊണ്ടുണ്ടല്ലോ, ഇല്ലാത്ത കാര്യം ഒരിക്കലും പറയരുത്. നമുക്ക് നല്ല വിശ്വാസയോഗ്യമായ വിവരം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വീഡിയോ പോലും ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ ചെയ്യരുത്. ആ വിശ്വാസയോഗ്യമായ വിവരങ്ങളല്ലെങ്കിൽ അത് വളരെ വലിയ അപകടത്തിൽ കലാശിക്കും. അതുകൊണ്ട് ഊഹത്തിനൊന്നും ഇവിടെ യാതൊരു കാര്യവുമില്ല. ഏതായാലും സുചിത്ര കൃഷ്ണമൂർത്തി ആ പോസ്റ്റ് പിൻവലിച്ച് രക്ഷപ്പെട്ടു കേട്ടോ. ഈ രീതിയിലായി. ഇപ്പോൾ അത് അയാളെ സംശയിക്കാനുള്ള യാതൊരു സാഹചര്യങ്ങളും ഇല്ല. കാരണം അയാൾ ആ വിമാനത്തിൽ ഇല്ലായിരുന്നൊന്നും ഇനി പറയാൻ പറ്റത്തില്ല. അയാളുടെ കുടുംബം, അയാളുടെ ഭാര്യയൊക്കെ അവിടുന്ന് ലണ്ടനിൽ നിന്ന് ഇതറിഞ്ഞ് ഇവിടിഞ്ഞ് വന്നു തിരിച്ച്. അപ്പോൾ പിന്നെ പറയാൻ ഇനി അവരുടെ അടുത്ത് ചോദിക്കേണ്ട കാര്യം വേറെ ഇല്ലല്ലോ, അവർ വന്നെങ്കിൽ. അപ്പോൾ ഇതാണ് ഇവർ ചേട്ടനും അനിയനും കൂടെ ഇവർ വന്നത് ഇവരുടെ കുടുംബക്കാരെ, ഇവിടെയുള്ള കുടുംബക്കാരെ എല്ലാം കാണാൻ വേണ്ടി ഒന്ന് വന്നതാണ്. പക്ഷേ അത് ഒരാളുടെ അനുജൻ്റെ അന്ത്യയാത്രയായി. ജ്യേഷ്ഠൻ 40 വയസ്സുകാരൻ. ഭാഗ്യം എന്നൊന്നും പറഞ്ഞാൽ പോരാ, അത്ഭുതമാണ്. യഥാർത്ഥത്തിൽ ലോകത്ത് നടന്നേക്കുന്ന ഏറ്റവും വലിയൊരു അത്ഭുതത്തിലൂടെ അയാൾ രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇതാ വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരാളിനെ ഇഷ്ടപ്പെടുന്നതല്ലാതെ അയാൾ കള്ളനാണെന്നും ഇതൊന്നും വിളിച്ച് പറയരുത്. അതൊക്കെ തെറ്റാണ്. അയാൾ എങ്ങനെ രക്ഷപ്പെടും? അയാൾ എന്തെങ്കിലും ചെയ്താൽ ഒരിക്കലും അയാളൊന്നും ചെയ്തതൊന്നുമല്ല. ശരിയായ അന്വേഷണം ഇതിനെ സംബന്ധിച്ച് നടക്കട്ടെ, വിവരങ്ങളെല്ലാം ശരിയായിട്ട് വെളിയിലേക്ക് വരട്ടെ.